ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCK രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാണോ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, പെൻഡിങ് കിടപ്പുണ്ടോ, റിജക്റ്റഡ് ആയിട്ടുണ്ടോ എന്നതൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് AMCS FNCK എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. അത് കഴിയുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിലൊരു BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യം എങ്ങനെയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തിരുത്താവുന്നതാണ്. തിരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ തിരുത്താം എന്നുള്ളത് വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, നിങ്ങളുടെ മാർക്ക്, ഇതിലൊക്കെ നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 18 വൈകിട്ട് 5 മണിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെയിലിലേക്ക് നിങ്ങൾ സബ്ജക്റ്റ്, നമുക്ക് മെയിൽ ID എന്ന് പറയുമ്പോൾ ടു ഉണ്ട്, ഫ്രം ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും നിർബന്ധമായും നിങ്ങൾ കൊടുക്കണം. ഓക്കെ. മെയിൽ ID വരുന്നത് admission@amcsfnck.com. ഈ ഒരു മെയിലാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് എന്ത് തെറ്റാണ് നിങ്ങൾക്ക് തിരുത്തേണ്ടത്, ആ ഒരു തെറ്റ് നിങ്ങളവിടെ എഴുതിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി അപ്ലോഡ് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, മെയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടേത് അക്സെപ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി പെൻഡിങ്ങിലുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് പെൻഡിങ് വന്നിട്ടുണ്ട് എന്നതും അതിൽ കൊടുത്തിട്ടുണ്ടാകും. പെൻഡിങ് വന്നത് മേ ബി നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ നമുക്കറിയാം AMCS FNCK എന്ന് പറയുന്നത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ്. അപ്പോൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ഇവിടെ പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ക്രിസ്ത്യൻ സർട്ടിഫിക്കറ്റ് അതിന് ബേസ് ചെയ്തിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ കിട്ടില്ല. നിങ്ങളെ സ്റ്റേറ്റ് മെറിറ്റിലേക്ക്, എല്ലാ കുട്ടികളെയും നോക്കുന്ന സെയിം മെറിറ്റിലേക്കായിട്ട് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് മൈ ആപ്ലിക്കേഷൻ എന്നും പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ടാകും. അത് നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത അസോസിയേഷൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരുത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരുത്താം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഉപയോഗിച്ച് അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് സമയം എടുക്കും അവർ തിരുത്തി നിങ്ങൾക്ക് പുതിയത്, നിങ്ങൾ മെയിൽ അയച്ച ഉടനെ നിങ്ങൾക്ക് തിരുത്തി കിട്ടത്തില്ല കേട്ടോ. പലരും അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അക്സെപ്റ്റഡ് പറഞ്ഞു, പെൻഡിങ്ങിൻ്റെ റീസൺ പറഞ്ഞു. പെൻഡിങ് ആയിട്ടുള്ളവരും ഇതുപോലെ എന്താണ് നിങ്ങളുടെ ന്യൂനതകൾ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഓഗസ്റ്റ് 18 5 മണിക്ക് മുന്നോടിയായിട്ട് തിരുത്താം. ഇനി റിജക്റ്റഡ് ലിസ്റ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ, നമുക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞു തരാം. റിജക്റ്റഡ് ലിസ്റ്റ്, റിജക്റ്റഡ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ 2 ആപ്ലിക്കേഷനാണ്. അതായത് ഒറ്റത്തവണ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീടും ആപ്ലിക്കേഷൻ അതുപോലെ കൊടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തത് വരെ റിജക്റ്റ് ആക്കി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കരുതായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ മേ ബി നിങ്ങൾ ചെയ്തതായിരിക്കില്ല, അക്ഷയുടെ മിസ്റ്റേക്ക് കൊണ്ടും വന്നതായിരിക്കാം. എനിവേ, അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളുടേത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, റിജക്റ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കുറേ കുട്ടികൾ മാർക്ക് എൻ്റർ ചെയ്തത് കറക്റ്റ് അല്ലാത്തത് കാരണവും അവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 50% കൂടുതൽ മാർക്ക് വേണം. അപ്പോൾ 50% മാർക്ക് കൂടുതൽ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും, ഇതിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് AMCS FNCKയുടെ അസോസിയേഷൻ അത് റിജക്റ്റ് ചെയ്യും. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് കാരണം റിജക്റ്റ് വന്നിട്ടുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ, അക്സെപ്റ്റഡ് ആണോ, പെൻഡിങ് ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യുക. അക്സെപ്റ്റഡ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. പെൻഡിങ് ആയിട്ടുള്ളവർ എന്താണ് അതിനകത്തുള്ള ന്യൂനതകൾ എന്ന് മനസ്സിലാക്കി കറക്ഷൻ ചെയ്യുക. ഇതുപോലെ മെയിൽ അയച്ചു കൊടുക്കുക. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. ഇനി റിജക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലുള്ള അഡ്മിഷനും കാര്യങ്ങളും നോക്കുക. ഇനി വേറെ രീതിയിലുള്ള അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഓക്കെ.
നമ്മൾ തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ, കേരളം ഇവിടെയൊക്കെ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഒഫീഷ്യലായിട്ട് മാനേജ്മെൻറ്റ് സീറ്റ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒന്നും ചോദിക്കാനുള്ളതല്ല. അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെയാണ് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ AMCS FNCK വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹോം പേജ് ഓപ്പൺ ആയി വരും, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് കോളേജാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജ് വെച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 15 കോളേജാണ് AMCS FNCK വെബ്സൈറ്റ് വഴി വെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 15 കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് മാറ്റിയിട്ട് പുതിയൊരു കോളേജ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം നമ്മുടെ AMCS FNCK അസോസിയേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ട കുട്ടികൾ അതും ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ സമയം തന്നെന്ന് വരില്ല. അതുകൊണ്ട് ഈ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് അലേർട്ട് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും കേട്ടോ. ഇനി പലരുടെയും ഡൗട്ടാണ്, ഇതിൽ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണോ? അല്ല. അക്സെപ്റ്റ് ആയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്തു, നിങ്ങളുടെ വെരിഫൈ ചെയ്തു എന്നതിന് മാത്രമാണ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇനി റാങ്ക് ലിസ്റ്റ് വരണം. റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടുമൊക്കെയാണ് ഈ അസോസിയേഷനിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേജിൽ കാണുന്നത് പോലെ ഓരോരുത്തരുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഫിസിക്സിൻ്റെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്, ബയോളജിയുടെ മാർക്ക്, ഇംഗ്ലീഷിൻ്റെ മാർക്ക്, സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആണോ, റിജക്റ്റഡ് ആണോ, പെൻഡിങ് ആണോ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പേര്, നിങ്ങളുടെ പേര് എവിടെയാണെന്ന് ഇങ്ങനെ തപ്പി എടുക്കേണ്ട ആവശ്യമില്ല. മുകളിൽ ഇവിടെ എൻ്റർ യുവർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അവിടെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് പെൻഡിങ് ആയി, എന്തുകൊണ്ട് റിജക്റ്റഡ് ആയി, ഇതിൻ്റെ ഒക്കെ റീസൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ മേ ബി പെൻഡിങ്ങിലുള്ളവരുടേത് അക്സെപ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. റിജക്റ്റഡ് ആയിട്ടുള്ളവർ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ശരിയാവും കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ ഞാൻ പറയുന്നു സ്വന്തമായിട്ട് ചെയ്യേണ്ട, അക്ഷയയിൽ പോയി ആ തെറ്റ് തിരുത്താം. ഇനി നെക്സ്റ്റ്, അതായത് അക്ഷയക്കാർക്കും ചെയ്യാൻ പറ്റാത്ത തെറ്റ്, തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ അയച്ചു കൊടുക്കുക. അതായത് ഇമെയിലിൽ അയച്ചു കൊടുക്കുക. ആ ഇമെയിൽ വഴി അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അത് ഇമെയിൽ അയച്ച ഉടനെ തന്നെ വെരിഫിക്കേഷൻ നടക്കില്ല, ടൈം എടുക്കും. അതിൻ്റെ ടൈം കഴിയുമ്പോൾ അതും അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ വീഡിയോയിലൂടെ. ഇതിൽ നിങ്ങൾ കാണിക്കുന്നത് നോക്കിക്കേ, നോട്ട് അപ്ലോഡഡ് ദ സ്കാൻഡ് കോപ്പി ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബൈ റവന്യൂ അതോറിറ്റീസ് വില്ലേജ് ഓർ താലൂക്ക് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല, അതുകൊണ്ട് ആ കുട്ടിയുടേത് പെൻഡിങ്ങിൽ ഇട്ടു. ഇനി ഈ കുട്ടി എന്ത് ചെയ്യണം, പെൻഡിങ്ങിൽ കിടക്കുന്നതായതുകൊണ്ട് അക്ഷയയിൽ പോയി ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അടുത്ത വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ കുട്ടിയുടേത് അക്സെപ്റ്റഡ് ആയോ റിജക്റ്റഡ് ആയോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കുട്ടിയുടേത് നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് റിസർവേഷൻ under the Christian minority community category must upload a minority community caste certificate issued by the government revenue authorities. അതായത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല, ക്രിസ്ത്യൻ ആണ് പക്ഷേ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല. റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ആ ക്രിസ്ത്യൻ്റെ രീതിയിലുള്ള പ്രയോറിറ്റി കിട്ടില്ല, പക്ഷേ സ്റ്റേറ്റ് മെറിറ്റിലോട്ട് ആ കുട്ടിയെ എടുക്കുകയും ചെയ്യും. ഓക്കെ, മൊത്തത്തിൽ ആ കുട്ടിയെ റിജക്റ്റ് ചെയ്ത് വിടുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.